ഇപ്പം മമ്മൂക്കയുടെ കൂടെ ന്യൂഡൽഹിയിൽ മമ്മൂക്കയുടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു. പക്ഷെ ആ പടത്തിൻ്റെ എല്ലാ റിമേക്കിലും ഉണ്ടായിരുന്നു. ഹിന്ദിയിലടക്കം വിജയനാക്കും. നമ്മളധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. ഹിന്ദിയിലും ആണല്ലേ? കന്നഡ, തെലുങ്ക്, ഹിന്ദി. ഹിന്ദിയിൽ ചെന്നപ്പോൾ ജിതേന്ദ്ര, മറ്റേ കൃഷ്ണരാജു, മറ്റേ അംബരീഷ്. പക്ഷെ അവിടെയൊക്കെ എഴുതാണ് മമ്മൂട്ടി തന്നെയാണ്. അത് മറ്റു ഭാഷക്കാരെ മോശക്കാരായിട്ട് പറയുകയല്ല, ബെസ്റ്റ് ആക്ടറാണ്. ഞാനും മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ആസ് ആൻ ആക്ടർ, സ്റ്റാർഡമല്ല. മമ്മൂട്ടി ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ഈ സ്റ്റാർഡവും ഇതും വ്യത്യാസമുണ്ടല്ലോ. അല്ല, മലയാളത്തിൽ മിക്കവാറും സ്റ്റാർ എന്ന് പറയുന്നവരൊക്കെ ആർട്ടിസ്റ്റാണ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഇവിടെ കിട്ടാറുണ്ട്. അല്ല, നല്ല നടന്മാരാണ് ഇവിടെ ഉള്ളത്, അതാണ് കാര്യം. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ ഉള്ളിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞോണ്ടേ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ആണോ? സൗഹൃദത്തിൻ്റെ, തീർച്ചയായിട്ടും. അത് മമ്മൂട്ടിയുണ്ട്, അവൻ നെടുമുടിമണി അദ്ദേഹം, പിന്നെ തിലകൻ ചേട്ടൻ, ഇവരോടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ ഒരു എൻസംബിൾ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പോൾ ഒരു പെരുമാറലാകും. അതൊരു വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ.